നമസ്കാരം, ഞാൻ ഡോക്ടർ രാം. ഞാൻ ആസ്ട്രോ ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഹായ്, ഞാൻ ഡോക്ടർ ജോൺസൺ കെ വർഗീസ്, ആസ്ട്രോമെഡ് സിറ്റി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ മേധാവിയാണ്. ഡോക്ടർ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഡോക്ടറിന് ഒരു കോള് വരുന്നു, ഒരു സ്ഥലത്ത് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അപ്പോൾ അവിടുന്ന് ഒരു ആക്സിഡൻറ്റ് കണ്ട ഒരാൾ ഡോക്ടറിനെ വിളിക്കുന്നു. അപ്പം ഡോക്ടറിൻ്റെ ടീമിൻ്റെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരിക്കും ആ ഒരു കോളിനോട്? അപ്പോൾ ബേസിക്കലി നമ്മൾ പ്രീ ഹോസ്പിറ്റൽ ട്രോമ കെയറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എമർജൻസി ഉണ്ടായി, നമുക്കൊരു ഡിസ്ട്രെസ് കോൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്യുന്ന വിളിച്ച ആ വ്യക്തിയുടെ പേരെന്താണ്, ഏത് ലൊക്കേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് നമുക്ക് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അതനുസരിച്ച് നമ്മുടെ ആംബുലൻസ് ഡിസ്പാച്ച് ചെയ്യുമ്പോൾ ചിലപ്പം അതിൽ പ്ലസ് ഓ മൈനസ് ഡോക്ടർ, അതായത് അവർ പറയുന്ന സിവിയറിറ്റി അനുസരിച്ചാണ്, അതായത് ആ പേഷ്യൻറ്റിൻ്റെ സിവിയറിറ്റി അനുസരിച്ചിരിക്കും പ്ലസ് ഓ മൈനസ് ഡോക്ടർ. പക്ഷേ എങ്ങനെയായാലും ഒരു പാരാമെഡിക് സ്റ്റാഫും ആംബുലൻസ് ഡ്രൈവർ ഇവരൊക്കെ ട്രെയിൻഡാണ്. അവർ വിത്ത് സ്പൈൻ ബോർഡ്, ആംബുലൻസിൻ്റെ ഉള്ളിൽ എന്താ കാണുന്നത് കഴിഞ്ഞാൽ ഒരു സ്പൈൻ ബോർഡ് കാണും, ഒരു സെർവൈക്കൽ കോളർ കാണും, സ്ട്രെച്ചർ കാണും, അത്യാവശ്യം വെന്റിലേറ്റർ, ഡി ലെവൽ ആംബുലൻസ് ആയിരിക്കും പോകുന്നത്. അപ്പോൾ അതിൽ വെന്റിലേറ്ററോ അങ്ങനത്തെ സാധനങ്ങളോ അല്ലെങ്കിൽ പേഷ്യൻറ്റ് പെട്ടെന്ന് എമർജൻസി ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കാണും. മീൻവെൽ ആംബുലൻസ് ഡിസ്പാച്ച് ആവുന്ന കൂടെ തന്നെ നമ്മളൊരു കോൺഫറൻസ് കോൾ പോലെ ഒന്ന് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പറയുന്ന വ്യക്തിയും ഈ പറഞ്ഞ ആംബുലൻസും നമ്മൾ തമ്മിലൊരു കോൺഫറൻസ് കോൾ പോലെ സെറ്റ് ചെയ്യും. ആ സമയത്ത് നമ്മൾ ആ ബൈസ്റ്റാൻഡർ വിളിക്കുന്ന ആളോട് നമ്മൾ പറയാം ഈ പേഷ്യൻ്റ് സംസാരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഒന്ന്. രണ്ടാമത്തെ കാര്യം, പേഷ്യൻ്റ് ഏത് പൊസിഷനിലാണ് കിടക്കുന്നത് അതേ പൊസിഷനിൽ കിടക്കാലോ, അവരെ അനക്കല്ലേ എന്നുള്ള കാര്യം അവർ ശ്രദ്ധിക്കാൻ പറയും. മൂന്നാമത്തെ കാര്യം, പേഷ്യൻ്റ് എന്തെങ്കിലും ഓവർട്ടായിട്ട് എക്സ്റ്റേണലി എന്തെങ്കിലും ബ്ലീഡ് ചെയ്യുന്നുണ്ട്, തലയുടെ ഇവിടുന്നോ സ്കാൽപ്പിന്നോ അല്ലെങ്കിൽ കഴുത്തിൻ്റെയോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബ്ലീഡ് ചെയ്യുന്ന കൊടുക്കുന്ന സ്ഥലത്തിൽ ഒന്ന് കംപ്രഷൻ കൊടുക്കുക, എന്തെങ്കിലും തുണി വെച്ചോ അല്ലെങ്കിൽ നേരിട്ട് ഒരു കംപ്രഷൻ അവിടെ കൊടുക്കുക എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ പറയും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഡിസ്റ്റൻസ് അസസ് ചെയ്യും എന്ന് പറഞ്ഞു. ഇൻ കേസ് വിളിക്കുന്ന ആൾ വിളിക്കുന്ന സ്ഥലം വളരെ ദൂരെയാണെങ്കിൽ അപ്പോൾ ഡോക്ടർ എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുന്നത്? അപ്പോൾ വളരെ ദൂരമാണെങ്കിൽ ഈ എമർജൻസീസ് എല്ലാം ടൈം ക്രിട്ടിക്കലാണ്. അപ്പം നമുക്ക് ഇത്ര ദൂരെയാണെങ്കിൽ നമ്മൾ പോയി എടുത്തുകൊണ്ട് വരാനുള്ള സമയം പറയുന്നത് ആ സമയത്ത് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഒരു സർട്ടൻ ഡിസ്റ്റൻസിൻ്റെ പുറത്താണെങ്കിൽ വാട്ട് വി ഡു ഈസ് നമ്മൾ അവിടെ ആ ഏരിയയിൽ എവിടെ നിന്നാണ് ഈ എമർജൻസി ഉണ്ടായിരിക്കുന്നത്, എവിടെ നിന്നാണ് ഈ കോൾ വന്നിരിക്കുന്നത്, ആ ലോക്കൽ എമർജൻസി റെസ്പോൺസ് സിസ്റ്റം എന്താണ്, ലോക്കൽ ICU ആംബുലൻസ് അല്ലെങ്കിൽ നിയർ ബൈ ഹോസ്പിറ്റലോ എന്താണ് വാട്ട് എവർ ഇറ്റ് ബി, നമ്മൾ അവരെ ആക്ടിവേറ്റ് ചെയ്ത് അവരെയാണ് ആ സ്പോട്ടിലേക്ക് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത്. സ്പോട്ടിലേക്ക് ഡിസ്പാച്ച് പിന്നെ അവരുടെ അണ്ടറിലാണ് ഈ പേഷ്യൻ്റ് അവിടെ നിന്ന് നിയറസ്റ്റ് ട്രോമ സെൻറ്റർ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് എമർജൻസി എന്താണ് ആ നിയറസ്റ്റ് ട്രോമ സെൻറ്ററിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് അവർ പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യും ബിഫോർ വി ഷിഫ്റ്റ് ദ പേഷ്യൻറ്റ് ടു ദ ഹയർ സെൻറ്റർ. അതാണ് ബേസിക്കലി ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഇസ് ടു ഫയർ. ഓക്കെ ഡോക്ടർ. ഇപ്പോൾ ഇങ്ങനെ ഒരു കോള് വന്നൊരു പേഷ്യൻ്റ് നമ്മുടെ ആസ്ട്രലിലെ കാഷ്വാലിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഡോക്ടറിൻ്റെ ഒരു ടീം അവിടെ റെഡി ആയിരിക്കും അവരെ റിസീവ് ചെയ്യാനല്ലേ. അപ്പോൾ അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരിക്കും? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേഷ്യൻ്റ് വരുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കുന്ന കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പെൻഡിങ് ഓൺ എവിടെയൊക്കെ ഇഞ്ചുറീസ് ഉണ്ട്. ഒന്ന്, നമുക്കൊരു ട്രോമ കോഡ് നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്. ട്രോമ കോഡ് എന്ന് പറഞ്ഞാൽ ആ കോഡ് വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പേഷ്യൻറ്റിൻ്റെ ആ കോള് പല സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് പോകും. ലൈക്ക് ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റ്, ഗ്യാസ്ട്രോ സർജറി, CTVS കാർഡിയോതൊറാസിക് സർജറി, വാസ്കുലർ സർജൻസ്, ഓർത്തോപെഡിക് സർജൻസ്, ബ്ലഡ് ബാങ്ക്, അനസ്തീഷ്യ, OT, ഡിപ്പെൻഡിങ് ഓൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ ഇഞ്ചുറീസ്. അപ്പോൾ അങ്ങനെ ഒരു കോഡ് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കോഡ് വൺസ് പേഷ്യൻ്റ് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം പേഷ്യൻറ്റിൻ്റെ എയർവേ അസസ് ചെയ്യാം. അതായത് പ്രൈമറി സർവേ ആണ് ഉദ്ദേശിക്കുന്നത്. പ്രൈമറി സർവേൻ്റെ ആദ്യമേ എയർവേ, അതായത് ഓക്സിജൻ ബോഡിയിലോട്ട് കയറുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം ബോഡിക്ക് ഓക്സിജനാണ്. അത് ബ്രെയിൻ ആയാലും ഈ ബോഡിയിൽ ഏത് സെൽസ് ആയാലും ഓക്സിജൻ വളരെ വേണം. അപ്പോൾ ഓക്സിജൻ പാത്വേ എൻവയറമെൻറ്റിൽ നിന്ന് വന്ന് നമ്മുടെ മൗത്ത് വഴി അത് ഈ ശ്വാസകോശത്തിൽ കയറി അവിടുന്ന് ബ്ലഡിലോട്ട് ഡിഫ്യൂസ് ചെയ്യുന്നത്. അത് പിന്നെ ഹാർട്ട് ഇത് പമ്പ് ചെയ്ത് ബോഡിയുടെ പല സാധനങ്ങളാവും. അപ്പോൾ ഈ ഓർഡറിൽ തന്നെ എയർവേ ഓക്കെ ആണോ, അപ്പോൾ അതായത് പേഷ്യൻ്റ് ശ്വസിക്കുന്ന ആ പ്രക്രിയ ഓക്കെ ആണോ, ലങ്സിൽ അടുത്ത നമ്മൾ നോക്കുന്ന ലങ്സിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടോ ഇല്ലെന്ന് നോക്കുക. മൂന്നാമത്തെ ലങ്സിൽ നിന്ന് ഓക്സിജൻ ബ്ലഡിലോട്ട് പോകുന്നത്. പിന്നെ ഹാർട്ടോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പമ്പിങ്ങിലോ അല്ലെങ്കിൽ അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ ബോഡിയിൽ ഇൻറ്റേർണൽ കറക്റ്റാണോ, അതിനെ നമ്മൾ എയർവേ ബ്രീതിങ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിയിലോട്ട് വന്നത്. ഡിസബിലിറ്റിയുടെ പാർട്ടായിട്ട് നമ്മൾ ഹെഡ് ഇഞ്ചുറി ഉണ്ടോ, പേഷ്യൻ്റ് ഫ്രാക്ചേഴ്സ് ഉണ്ടോ, കൈയോ കാലോ അനക്കാൻ പറ്റാത്തതുണ്ടോ, സ്പൈനൽ ഇഞ്ചുറീസ് ഉണ്ടോ എന്നൊക്കെ അതിൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ നോക്കുന്നത്, അസസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിലാണ് ആ അസസ്മെൻറ്റ്, ഒരു സിസ്റ്റമാറ്റിക് അസസ്മെൻറ്റാണ് നടക്കുന്നത്.
ഇതിനെ വെർട്ടിക്കൽ റിസസിറ്റേഷൻ എന്ന് പറയും. ഇൻ കേസ് ഒരു സിംഗിൾ ഡോക്ടർ സിംഗിൾ നേഴ്സ് മാത്രമേ ഉള്ളൂ. അതല്ല ഒരു എന്നാ പറയുക, ഒരു നമ്മുടെ പോലത്തെ സെറ്റപ്പ് ആണെങ്കിൽ അത് ഹോറിസോണ്ടൽ, ഇതെല്ലാം പാരലലിയാണ് ഇത് അസസ്. ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ആയിരിക്കും അത് അസസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഇനീഷ്യൽ അസസ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പായിട്ട് എന്തായിരിക്കും ഇൻവെസ്റ്റിഗേഷൻസിലോട്ട് പോകുന്നത്? എന്തൊക്കെ പരിശോധനകളായിരിക്കും പിന്നെ ആ രോഗിക്ക് വേണ്ടി വരിക? ഇതിൽ 2 രീതിയിലാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ ബെഡ് സൈഡിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്, പിന്നെ നമ്മൾ സ്കാനറിലേക്ക് അല്ലെങ്കിൽ ലാബിലേക്ക് വിടുന്ന ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. ഈ ബെഡ് സൈഡിൽ വരുന്ന ഇൻവെസ്റ്റിഗേഷൻസ് ഭാഗമായിട്ടാണ് നമ്മൾ നോക്കുന്ന പേഷ്യൻ്റ് ബ്ലഡിൽ ആസിഡ് ലെവൽ കൂടുതലാണോ, ബ്ലഡിൽ ഓക്സിജൻ ലെവൽ എത്രയുണ്ട്, കൃത്യമായിട്ട് ഈ പ്രോസസ്സ് നടക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യം. രണ്ടാമത് ഇൻറ്റർണൽ ബ്ലീഡ് റൂൾ ഔട്ട് ചെയ്യാൻ, ഹാർട്ടിൻ്റെ പമ്പിങ് റൂൾ ഔട്ട് ചെയ്യാൻ ബെഡ് സൈഡിൽ തന്നെ നമ്മൾ ഫാസ്റ്റ് എന്നൊരു മെഷീൻ, അതായത് അൾട്രാസൗണ്ട് മെഷീൻ്റെ ഒരു പ്രഷർ, അത് വെച്ച് നമ്മൾ നോക്കുന്ന പേഷ്യൻറ്റിന് എത്രമാത്രം ഇഞ്ചുറീസ് ഉണ്ടോ എന്നുള്ളത്, അതായത് ഇൻറ്റർണൽ ബ്ലീഡിങ് ചെസ്റ്റിലോ അബ്ഡോമനിലോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പമ്പിങ് ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങൾ നോക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പേഷ്യൻ്റ് ഇൻ കേസ് ലോങ് ബോൺ, അതായത് വലിയ ബോൺസിൻ്റെ ഫ്രാക്ചേഴ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിനൊന്ന് സ്പ്രിൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് ഡിസ്ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അതിനൊന്ന് പിടിച്ചിടാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ പെയിൻ മാനേജ്മെൻറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും. എക്സ്റ്റേണലി മുറിവുകളുണ്ടെങ്കിൽ TT, ആൻറ്റിബയോട്ടിക്സ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ നമ്മൾ നോക്കുന്ന മെയിൻലി ഈ പറഞ്ഞ പോലെ പേഷ്യൻ്റ് എന്തെങ്കിലും CT സ്കാനോ കാര്യങ്ങൾ വല്ലതും വേണ്ടിയതാണോ എന്നുള്ള കാര്യങ്ങൾ നോക്കും. അതിൻ്റെ ആവശ്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യണോ, ക്രോസ് കൺസൾട്ടേഷൻ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് സ്പെഷ്യാലിറ്റീസിനെ വിളിക്കണോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഡോക്ടർ, പലയിടത്തും കേട്ടിട്ടുണ്ട് നമ്മൾ ഈ ട്രോമ അഫക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വളരെ കെയർഫുള്ളായിട്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? അപ്പോൾ നമ്മൾ ഒരു പേഷ്യൻ്റ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ എമർജൻസി റിസീവ് ചെയ്യുന്നതും നമ്മൾ സ്പൈനൽ ഇഞ്ചറീസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ ബ്ലീഡ് ഉണ്ടെങ്കിൽ ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യുക. അതായത് നമ്മൾ ഡയറക്റ്റ് പ്രഷർ കൊടുത്ത് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കംപ്രഷൻ ബാൻഡേജ് കൊടുത്തിട്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കുന്നത് സ്പൈനൽ മിനിമലി മൊബിലൈസ് ചെയ്ത് വെക്കുക. മിനിമലി, അതായത് കംപ്ലീറ്റ് ഇമ്മൊബിലൈസേഷൻ പാടാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത്. പക്ഷേ മാക്സിമം നമ്മൾ ചെയ്യുന്ന ഒരു പേഷ്യൻറ്റ് സപ്പോസ് ഒരു ആക്സിഡൻറ്റ് സ്പോട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ അവൻ്റെ സർവൈക്കൽ, ആ പറയുന്ന ഒരു രോഗിയുടെ സർവൈക്കൽ കോളർ ഇട്ടിട്ടും പിന്നെ ആ കഴുത്ത് അധികം അനക്കാതിരിക്കാൻ പറ്റും. അതിൽ പല മൂവ്മെൻറ്റ്സ് ഉണ്ട്, മേളിൽ താഴെ സൈഡ് വൈസ് മൂവ്മെൻറ്റ്സ്, റൊട്ടേഷൻ ഉണ്ട്. ആ മൂവ്മെൻറ്റ്സ് മൊത്തം ട്രിപ്പിൾ ഇമ്മൊബിലൈസേഷൻ്റെ കോൺസെപ്റ്റ്, അതായത് സൈഡ് ബ്ലോക്സ് വെക്കും, ഒരു ഹാർഡ് കോളർ കഴുത്തെ ചുറ്റും വെക്കും, ആൻഡ് നമ്മളൊരു സ്ട്രാപ്പിംഗ് ചെയ്യും, ഹെഡ് ആൻഡ് ചിൻ സ്ട്രാപ്പിംഗ് ചെയ്യും. ഇങ്ങനെ അത് ചെയ്യും. രണ്ടാമത് ഈ പേഷ്യൻ്റ് നമ്മൾ റിസീവ് ചെയ്യുന്ന ഒരു സ്പൈൻ ബോർഡിൽ, ഒരു ഹാർഡ് സ്പൈൻ ബോർഡിലാണ്. ആ സ്പൈൻ ബോർഡിൽ റിസീവ് ചെയ്തിട്ട് നമ്മൾ അതിലും ബോഡി സ്ട്രാപ്പിംഗ് ഇടും. ഇത് പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ നമ്മളത് കണ്ടു വളരെ ഭംഗിയായിട്ട് അവരത് സാധാരണ അത് കാണിക്കാറുണ്ട്. ഇത് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ സോ ദാറ്റ് ബോഡിയുടെ സ്പൈൻ അധികം മൂവ്മെൻറ്റ് വരാതിരിക്കാൻ വേണ്ടി. യൂഷ്വലി ഞങ്ങളെ സംബന്ധിച്ചോളം, എമർജൻസിനെ സംബന്ധിച്ചോളം ഒരു ഹെഡ് ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ വി ലുക്ക് ഫോർ ദ സൈൻസ്. അതായത് ഹെഡ് ഏക്ക് ഉണ്ടോ, വോമിറ്റിംഗ് ഉണ്ടോ, മൾട്ടിപ്പിൾ മൂക്കിൽ നിന്ന് വെള്ളം കളർ പോലെ വന്നോ, മൂക്കിൽ നിന്ന് ചെവിയിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടോ, കണ്ണിന് ചുപ്പ് കറുത്ത നിറം ഉണ്ടോ, ചെവിയുടെ ബാക്കിൽ കറുത്ത നിറമുണ്ട്. ഇങ്ങനെ നമ്മൾ പല സൈൻസ് ആൻഡ് സിംറ്റംസ് നോക്കിയിട്ടാണ് ഡിസൈഡ് ചെയ്യുന്ന പേഷ്യൻറ്റ് CT ഹെഡ് വേണോ വേണ്ടെന്നുള്ളത്. അങ്ങനെ ഒരു CT ഹെഡ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഇഞ്ചുറീസ് നമ്മൾ ആ CT ഹെഡിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? സോ CT ഹെഡിൽ, CT ബേസിക്കലി ഒരു ഹെഡിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ്. അപ്പോൾ അങ്ങനെ കുറേ ക്രോസ് സെക്ഷൻസ് ചേർത്ത് വെച്ചിട്ടാണ് ഒരു CT സ്കാൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സ്കള്ള് ആദ്യം സ്കിൻ കാണാം, സ്കിന്നിൻ്റെ അടിയിൽ ബോൺ കാണാം, ബോണിൻ്റെ അടിയിൽ പിന്നെ ബ്രെയിനും കാണാം. അപ്പോൾ ഈ ഓരോ ലെവലിലുമുള്ള ഇഞ്ചുറീസ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നോക്കും. അപ്പോൾ അതിൽ സ്കാൽപ്പ് ഹെമറ്റോമ അല്ലെങ്കിൽ സ്കാൽപ്പ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് വളരെ മൈനർ ഇഞ്ചുറീസും സ്യൂച്ചറിങ് വേണ്ടതും മാത്രമായിട്ടുള്ള കാര്യം. അതേസമയം താഴോട്ട് എത്തിക്കഴിഞ്ഞാൽ ബോൺ ബ്രെയിനിൻ്റെ പ്രൊട്ടക്ഷനാണ്. അപ്പം ബോൺ പൊട്ടിയിട്ടുണ്ടെങ്കിൽ എല്ല് കഷ്ണങ്ങൾ ഉള്ളിലോട്ട് തള്ളി ബ്രെയിനിൽ ഡയറക്റ്റ്ലി ഇഞ്ചുറി ഉണ്ടാക്കാം. അല്ലെങ്കിൽ എല്ലൊരു ബാരിയർ ആയിരുന്നു, അപ്പോൾ അത് പൊട്ടി അകത്ത് പോകുമ്പോൾ ഇൻഫെക്ഷൻസ് അതിൻ്റെ കൂടെ ഉള്ളിലോട്ട് പോവാം. അതല്ലാതെ ബ്രെയിനിൽ ഡയറക്റ്റ്ലി കൺട്യൂഷൻസ് വരാം. കൺട്യൂഷൻസ് എന്ന് വെച്ചാൽ രക്തം ക്ലോട്ട്, ചെറിയ ഈ ബ്രെയിനിൻ്റെ ചതവുകളെന്ന് പറയും, അതാവാം. അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ പുറമേയുള്ള ബ്ലീഡിങ് ആവാം, അതിന് സബ്ഡ്യൂറൽ ഹെമറ്റോമാസ് എന്ന് പറയും. അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ കവറിങ്സിൻ്റെയും സ്കള്ളിൻ്റെ ഇടയിലുള്ള ബ്ലീഡ്സ് ഉണ്ടാവും, അതിന് എക്സ്ട്രാ ഡ്യൂറൽ ഹെമറ്റോമാസ് എന്ന് പറയും. അതല്ലാതെ ബ്രെയിനിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് സ്പേസസിൽ ഉണ്ടാകുന്ന ഇൻട്രാവെൻട്രിക്കുലർ ഹെമറേജസ്, സബ് അരക്നോയിഡ് ഹെമറേജസ്, ഇതൊന്നും അല്ലാതെ ഡിഫ്യൂസ് ആക്സോണൽ ഇഞ്ചുറി എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൈപ്പ് ഓഫ് ഇഞ്ചുറി, അത് CT സ്കാനിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് കാണുക MRI സ്കാനിലായിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മളൊരു എമർജൻസി സെറ്റിങ്ങിൽ ഫസ്റ്റ് MRI അല്ല പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും, ബിക്കോസ് CT എടുക്കാനായിട്ട് വളരെ ഫാസ്റ്റായിട്ട് പറ്റും.
അക്വിസിഷൻ ടൈം വളരെ കുറവാണ്. പേഷ്യൻ്റ് സ്റ്റേബിൾ അല്ലെങ്കിലും പെട്ടെന്ന് നമുക്കൊന്ന് CTയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. സർജറി പ്ലാൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു ഐഡിയ കിട്ടും ഒരു CT സ്കാൻ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ CT സ്കാൻ ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഇഞ്ചുറീസ് കാണും. പിന്നെ അതിൽ നിന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം ഈ പേഷ്യൻറ്റിനെ കൺസർവേറ്റീവായിട്ട് മാനേജ് ചെയ്താൽ മതിയോ അതോ സർജറിയിലോട്ട് പോകണോ എന്നുള്ളത്. ഇതാണ് CT സ്കാൻ എടുക്കേണ്ടതിൻ്റെ ഒരു അത്യാവശ്യത. അപ്പം ഈ CT എടുക്കുന്നതിൽ നിന്ന് ബേസിക്കലി നമ്മളൊരു ബ്രെയിനിൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്ന പോലെയാണ്. ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ഫോട്ടോ ആണ്. ഈ പലപ്പോഴും ആൾക്കാർ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ടേം, സ്പെഷ്യലി ന്യൂറോ സർജൻസ് ഉപയോഗിക്കുന്ന ടേം കൺകഷൻ, കൺട്യൂഷൻ. എന്താണ് ഈ കൺകഷൻ, കൺട്യൂഷൻ എന്നുള്ള വാക്കുകൾ? CT സ്കാൻ എന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ഫോട്ടോ എടുക്കുന്ന പോലെയാണ്. പക്ഷേ അത് ഫോട്ടോ എടുക്കുന്നത് മൈക്രോസ്കോപ്പിക് ലെവലിലല്ല. അപ്പോൾ ഒരു കൺകഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു ബ്രെയിൻ ഇഞ്ചുറി നമുക്ക് CTയിൽ അതിൽ കാണാൻ പറ്റണം എന്നില്ല. പക്ഷേ ബ്രെയിനിൽ സ്ട്രക്ചറൽ അല്ലാത്ത ഫങ്ഷണൽ ഡാമേജ് അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ബ്രെയിൻ്റെ ന്യൂറോണൽ ട്രാൻസ്മിഷനിൽ ഉണ്ടാവുന്ന ഇഞ്ചുറീസ് ആണ് കൺകഷനിൽ ബേസിക്കലി ഉണ്ടാവുന്നത്. അതേസമയം ഒരു കൺട്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓബ്വിയസ്ലി വിസിബിൾ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി കാണാൻ പറ്റും CTയിൽ. അതൊരു ബ്രെയിനിലൊരു ചതവായിട്ട് ബ്രെയിൻ ടിഷ്യൂവിൽ ഇൻഡസ്പേഴ്സ്ഡ് ആയിട്ട് ബ്ലീഡൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു ഇഞ്ചുറിയാണ് കൺട്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺകഷൻ നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈവൻ ഇഫ് CT സ്കാൻ ഈസ് നോർമൽ, നമ്മൾ പേഷ്യൻ്റ് ഹിസ്റ്ററി നോക്കണം. എപ്പോഴെങ്കിലും ഓർമ്മക്കുറവ് സംഭവിച്ചോ, ബോധക്കേട് ഉണ്ടായിട്ടുണ്ടോ ഈ ആക്സിഡൻറ്റിൻ്റെ കൂടെ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഇത് ചേർത്ത് വായിക്കണം. അപ്പോൾ CT നോർമൽ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പോൾ ഉടനെ പേഷ്യൻറ്റിനെ ഒബ്സർവ് ചെയ്യാതെ ഡിസ്ചാർജ് ചെയ്താൽ പിന്നീട് പേഷ്യൻറ്റിന് പല പ്രശ്നങ്ങളിലോട്ടും പോയി ലാൻഡ് ചെയ്യാം. അതാണ് കൺകഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ആവശ്യം. വളരെ വാലിഡ് പോയിന്റാണ്. കാരണം നമ്മുടെ എമർജൻസിയിൽ പേഷ്യൻ്റ് വരും. അപ്പം നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, CT നോർമൽ ആണല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ അഡ്മിഷൻ പറയുന്നുള്ള കാര്യം ചോദിക്കുന്നത്. അപ്പോൾ അത് ബേസിക്കലി ഈ ഡിഫ്യൂസ് ആക്സിണൽ ഇഞ്ചുറി, കൺകഷൻ, പിന്നെ ലൂസിഡ് ഇൻ്റർവൽ എന്ന് പറയുന്ന സംഭവം കൂടെ ഉണ്ട്. അതെന്താണ് ഡോക്ടർ ലൂസിഡ് ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞു എക്സ്ട്രാ ഡ്യൂറൽ ഹെമറ്റോമാസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എക്സ്ട്രാ ഡ്യൂറൽ ഹെമറ്റോമ ബേസിക്കലി ബ്രെയിനിൻ്റെ കവറിങ്സിൻ്റെ പുറത്താണ്, സ്കള്ളിൻ്റെ അകത്താണ്. അപ്പോൾ ഇനീഷ്യലി ഒരു ആക്സിഡൻറ്റ് പറ്റുന്ന ഒരു സമയത്ത് അപ്പോൾ ആ പേഷ്യൻ്റ് ഇനീഷ്യലി ഒരു ബോധക്കേടോ എന്തെങ്കിലും ഉണ്ടായേക്കാം. അതൊരു ഷോക്കിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ബ്രെയിനിലൊന്ന് സ്റ്റണ്ണിങ് വന്നതിൻ്റെ. പക്ഷേ അതിനുശേഷം പേഷ്യൻ്റ് എവേക്ക് ആവുന്നു, നോർമൽ പോലെ ബിഹേവ് ചെയ്യുന്നു. ആ സമയത്ത് പേഷ്യൻ്റ് ബ്ലീഡ് അത്രയും ലാർജ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ സമയത്ത് നോർമലായിട്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഇവോൾവിങ് സിറ്റുവേഷൻ ആണ്. കുറച്ച് സമയത്തിനുള്ളിൽ മേ ബി ഒരവർ ആയേക്കാം അല്ലെങ്കിൽ അതിൽ കൂടുതലായേക്കാം. അപ്പോൾ ആ സമയത്തിനുള്ള ബ്ലീഡ് ഡെവലപ്പ് ചെയ്തിട്ട് ബ്രെയിനിൽ പ്രഷർ ചെലുത്താൻ തുടങ്ങും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും ടോക്കിംഗ് ഡെത്ത് എന്ന് പറയും. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും പെട്ടെന്ന് വീണ് ബോധക്കേടിലോട്ട് പോയി കൊളാപ്സ്ഡ് ആവുന്നത്. അപ്പോൾ ഇതാണ് ലൂസിഡ് ഇൻ്റർവെല്ലിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ബേസിക്കലി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ട്രോമയിൽ തല എവിടെയെങ്കിലും ഇടിച്ചിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഇറ്റ്സ് വൈസ് ടു സീക്ക് മെഡിക്കൽ അറ്റൻഷൻ. കറക്റ്റാണ് പറഞ്ഞത്. അത് പ്രത്യേകിച്ച് ഈ ബ്ലഡ് തിനേഴ്സ് കഴിക്കുന്ന ആൾക്കാർ, ഇവനൊരു ചെറിയ ഇഞ്ചുറി ആണെങ്കിൽ പോലും നമ്മൾ ആക്ച്വലി ഒരു മെഡിക്കൽ അഡ്വൈസ് എപ്പോഴും എടുക്കുന്നത് നല്ലതാണ്. ആൻഡ് ഓൾസോ ഇൻ ദാറ്റ് കണ്ടെക്സ്റ്റ് പറയുവാണെങ്കിൽ everybody should have a list of medicines they are taking in their pockets. Yes, very good. ഈ ന്യൂറോ ഒബ്സർവേഷൻ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ CT ബ്രെയിൻ നോർമലാണ്, പക്ഷേ എന്നാലും നമ്മൾ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു. ന്യൂറോ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ന്യൂറോ ഒബ്സർവേഷൻ എന്താണ് നമ്മൾ ചെയ്യുന്നത്? സോ ന്യൂറോ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് എ സെറ്റ് ഓഫ് തിങ്സ് ദറ്റ് വി എക്സാമിൻ ഇൻ പേഷ്യൻസ് അറ്റ് എ റെഗുലർ ഇൻ്റർവെൽ. കൃത്യമായ ഇടവേളകളിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യും. അതിലൊന്ന് പേഷ്യൻറ്റിൻ്റെ ബോധാവസ്ഥ, എത്ര കോൺഷ്യസ് ആണ്, എത്ര ഓറിയൻറ്റഡ് ആണ്, എത്ര അലേർട്ടാണ്. പിന്നെ പേഷ്യൻ്റെ മോട്ടോർ മൂവ്മെൻറ്റ്സ്, പേഷ്യൻറ്റിനോട് നമ്മൾ എല്ലാ ബോഡി പാർട്സും മൂവ് ചെയ്യാൻ പറയുന്നു, അത് എല്ലാം നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. പിന്നെ കണ്ണിലെ കൃഷ്ണമണിയുടെ ലൈറ്റിനോടുള്ള റിയാക്ഷൻ നമ്മൾ അസസ് ചെയ്യുന്നു. പിന്നെ അതുകൂടാതെ വൈറ്റൽസ് മോണിറ്റർ ചെയ്യുന്നു, പൾസ്, BP. അപ്പം ഇതെല്ലാം ബ്രെയിൻ ഇഞ്ചുറിയിലോട്ട് പോയിന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിലേതിനെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലൊരു ഇഞ്ചുറി ഉണ്ടെന്ന് സസ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈവൻ നമ്മൾ CT സ്കാൻ എടുത്ത പേഷ്യൻറ്റിനാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ റിപ്പീറ്റ് സ്കാനിലോട്ട് പോകേണ്ടി വരാം, എന്താണ് ചേഞ്ചസ് സംഭവിക്കുന്നതെന്ന് നോക്കാനായിട്ട്. അപ്പോൾ വീണ്ടും സ്കാൻ എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് വീണ്ടും സ്കാൻ ചെയ്യണോ.
അതുപോലെ ചിലപ്പം പേഷ്യൻസ് പറയും ഞങ്ങൾ വെളിയിൽ സ്കാൻ ചെയ്തിട്ടാണ് വന്നത്, അപ്പോൾ ഞങ്ങൾ എന്തിനാണ് ഇനി ഇവിടെ ഒരു സ്കാൻ ചെയ്യുന്നത്. സോ ബ്രെയിൻ ഇഞ്ചുറി എന്ന് വെച്ചാൽ ഒരു സ്റ്റാറ്റിക് കാര്യമല്ല. നിങ്ങൾ 2 hours മുന്നേ അല്ലെങ്കിൽ 4 hours മുന്നേ ആയിരിക്കും ഒരു സ്കാൻ ചെയ്തത്. അപ്പോൾ അത് ഇവിടെ പിന്നെ ട്രാവൽ ചെയ്ത് ഇവിടം വരെ വന്നു, അതിൻ്റെ ഇടയിൽ ബ്ലീഡിങ് കൂടിയോ, എന്താണ് ബ്രെയിനിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത്, ഇത് നമുക്ക് അറിയാൻ ആകെയുള്ള ഒരു വഴി ഒരു സ്കാൻ എടുത്ത് നോക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ഒരു എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് എടുക്കുന്ന ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് റിപ്പീറ്റ് ഫോട്ടോ എടുത്താൽ ഡിഫറൻസ് അറിയാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ എമർജൻസി നമ്മൾ പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്യുമ്പോഴും നമ്മൾ ഈ ന്യൂറോ ഒബ്സർവേഷൻ പറയും. അവിടെ നമ്മൾ ഈ പറഞ്ഞ സൈൻസ് ഓഫ് ഹെഡ് ഇഞ്ചുറി ഈ പറഞ്ഞ പോലെ തന്നെയാണ് വീട്ടിൽ നോക്കാൻ പറയുന്നത്. അപ്പോൾ ചില പേഷ്യൻസ് നമ്മൾ ന്യൂറോ ഒബ്സർവേഷൻ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറയും, ചില പേഷ്യൻസ് നമ്മൾ ന്യൂറോ ഒബ്സർവേഷൻ വീട്ടിൽ ചെയ്യാൻ പറയും അപ് ടു 24 to 48. അപ്പോൾ അത് ഏത് സിവിയറിറ്റി വെച്ചാണ് നമ്മൾ ഈ ഹെഡ് ഇഞ്ചുറി നോക്കിയിട്ടായിരിക്കും നമ്മൾ ഇത് പറയുന്നത്? മൈൽഡ് ഹെഡ് ഇഞ്ചുറീസ് ആണെങ്കിൽ എസ്പെഷ്യലി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഹെഡ് ഇഞ്ചുറി ഡോക്യുമെൻ്റ് ആയ വി ഓൾവേസ് പ്രിഫർ ടു അഡ്മിറ്റ് ദ പേഷ്യൻറ്റ്. പക്ഷേ അതല്ലാണ്ട് നമുക്ക് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഇപ്പം തല ഇടിച്ചു, പക്ഷേ ചില സിംറ്റംസ് ഉണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു സമയത്ത് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മയില്ലാതിരിക്കുക, എപ്പോഴെങ്കിലും ട്രാൻസിയൻ്റ് ആയിട്ടാണെങ്കിൽ പോലും നൈമിഷികമായിട്ട് പോലും ബോധം പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിറ്റ്സ് പോലെ എന്തെങ്കിലും വന്നോ എന്നൊരു സംശയമുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒക്കെ അതുപോലെ തന്നെ ചിലപ്പം നമുക്ക് ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ് കഴിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ, എൽഡർലി ആണെങ്കിൽ, പ്രായം കൂടിയ ആൾക്കാരാണെങ്കിൽ, തീരെ കുട്ടികളാണെങ്കിൽ അവർക്ക് ആ സിംറ്റംസ് ചിലപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അവർ വീട്ടിൽ പോയാൽ അവരുടെ ഒബ്സർവേഷൻ സേഫ് അല്ല എന്ന് നമുക്ക് തോന്നാം. അങ്ങനെയുള്ള പേഷ്യൻസിന് ഈവൻ ചിലപ്പോൾ CT സ്കാൻ നോർമൽ ആണെങ്കിൽ പോലും നമുക്ക് ഒബ്സർവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതിൽ നമ്മൾ ആക്ച്വലി മെക്കാനിസം ഓഫ് ഇഞ്ചുറിയും കൂടെ നമ്മൾ നോക്കാറുണ്ട്. ദൂരെ ഒരു ഹൈറ്റിൽ നിന്നാണോ വീണിരിക്കുന്നത് അല്ലേ, പിന്നെ വണ്ടി എത്രമാത്രം ജമ്പ് ആയിട്ട് ഓൺ ദ സ്പോട്ട് വേറെ കോ പാസഞ്ചറുടെ ഡെത്ത് ഉണ്ടായത്, ഡേഞ്ചറസ് മെക്കാനിസം മോർ കെയർഫുൾ അബൌട്ട് ന്യൂറോ ഒബ്സർവേഷൻ ഇൻസൈഡ് ഹോസ്പിറ്റൽ. പിന്നെ ആൽക്കഹോൾ ഉണ്ട്. സോ ഇപ്പോൾ ആൽക്കഹോളിൻ്റെ ഇൻടോക്സിക്കേഷനിലാണെങ്കിൽ വി ഡോണ്ട് നോ വെദർ ദ ഡ്രൗസിനെസ് ഓർ ഈ ബോധക്ഷയം തോന്നുന്നത് ആൽക്കഹോൾ കാരണമാണോ ബ്രെയിൻ ഇഞ്ചുറി കാരണമാണോ നമുക്കറിയില്ല. മേ ബി ഒരു 24 hours ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും അതിലൊരു ക്ലാരിറ്റി വരും. യെസ്. ഇനി ഇങ്ങനത്തെ ഒരു പേഷ്യൻറ്റിൽ എപ്പോഴാണ് ഡോക്ടർ തീരുമാനിക്കുക ദിസ് പേഷ്യൻറ്റ് നീഡ്സ് ടു ബി ടേക്കൺ ടു ദ തിയേറ്റർ നൗ? ബേസിക്കലി അത് ഒരു ക്ലിനിക്കൽ ആൻഡ് റേഡിയോളജിക്കൽ ഡിസിഷനാണ്. അതായത് നമ്മുടെ പരിശോധനയുടെ ക്ലിനിക്കലായിട്ടുള്ള പരിശോധനയും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ നമ്മുടെ CT സ്കാനിൽ കാണുന്ന ഫൈൻഡിങ്സും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് കോറിലേറ്റ് ചെയ്തിട്ടാണ് ഒരു പേഷ്യൻറ്റിനെ സർജറിക്ക് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ക്ലിനിക്കലി നോക്കുവാണെങ്കിൽ പുവർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസിലോട്ട് പോവുകയാണ്. അതായത് പേഷ്യൻ്റ് ബോധം ക്രമേണ കുറഞ്ഞു പോകുന്നു, കൃഷ്ണമണിയുടെ ചലനങ്ങൾ, കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ്, ബോഡി പാർട്സ് പാരലൈസ്ഡ് ആവുന്നു, മൂവ്മെൻറ്റ് കുറയുന്നു, ഇതൊക്കെയാണ് ക്ലിനിക്കലി നമ്മൾ നോക്കുക. അതുപോലെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു വരുന്നു, അത് ബ്രെയിനിൽ പ്രഷർ കൂടുന്നതിൻ്റെ ഒരു ഫീച്ചറാണ്. BP കൂടി പോകുന്നു, അത് ബ്രെയിനിൽ പ്രഷർ കൂടുന്നതിൻ്റെ ഒരു സിംറ്റമാണ്, സൈനാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ CTയിൽ നമുക്ക് ഓപ്പറബിൾ ആയിട്ട് കാണുന്ന ഒരു ഇഞ്ചുറി, അത് എക്സ്ട്രാ ഡ്യൂറൽ ഹെമറ്റോമാസ് ആവാം, സബ് ഡ്യൂറൽ ഹെമറ്റോമാസ് ആവാം, കൺട്യൂഷൻസ് ആവാം. മോസ്റ്റ്ലി ഈ 3 ഇൻഡിക്കേഷൻസിനാണ് കൂടുതൽ നമ്മൾ സർജറിയിലോട്ട് പോകേണ്ടി വരുന്നത്. ഈ 3 ബ്ലീഡ് ഉണ്ടായാൽ മാത്രം പോരാ, അല്ലെങ്കിൽ ഈ 3 ടൈപ്പ് ഓഫ് ഇഞ്ചുറീസ് ഉണ്ടായാൽ മാത്രം പോരാ, അത് ബ്രെയിനിൽ ഓവറായിട്ട് പ്രഷർ ചെലുത്തുന്നു എന്നുള്ള CTയിൽ നമുക്ക് കാണാൻ പറ്റണം. അത് കാരണം ബ്രെയിനിലെ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ് കംപ്രസ് ആവുന്നു എന്നുള്ള ഫീലിങ്ങും കൂടെ നമുക്ക് കിട്ടിയാൽ നമുക്ക് പിന്നെ ബ്രെയിൻ സർജറി എന്ന് പറയുമ്പോൾ ദർ ഇസ് ഓൾവേസ് എ റിസ്ക്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ഒരിക്കലും ഒരു സർജറിയിലോട്ട് പോവില്ല. ആവശ്യം ഉണ്ടെന്ന് തോന്നിയാൽ പക്ഷേ ഒരു നിമിഷം പോലും നമുക്ക് വെയിറ്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ എത്രയും വേഗം പിന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പേഷ്യൻ്റ് ഓപ്പറേഷൻ എടുക്കുക, പേഷ്യൻ്റ് ലൈഫ് സേവ് ചെയ്യുക എന്നുള്ളതാണ് ഈ സർജറിയുടെ മെയിൻ തീം. അല്ലെങ്കിൽ റിക്കവറി പിന്നീട് സ്ലോ ആയിട്ട് വരണം. അപ്പോൾ ബേസിക്കലി ഈ ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള ഈ പ്രഷർ കൂടിയിട്ട് അതൊരു ടൈം ക്രിട്ടിക്കൽ എമർജൻസി ആയി മാറുക. മോർ ടൈം വി ടേക്ക് ടു ടേക്ക് എ ഡിസിഷൻ. ഇതിനകത്തെ കാര്യം എന്ന് വെച്ചാൽ സ്കൾ ഈസ് എ ക്ലോസ്ഡ് ക്യാവിറ്റി. ബ്രെയിനിൻ്റെ കവറിങ് എന്ന് പറയുന്ന സ്കളിന് അതിന് എക്സ്പാൻഷൻ ഇല്ല. സോ ബ്രെയിനിനകത്തുള്ള ബ്ലഡ്, ബ്രെയിനിലോട്ടുള്ള ഫ്ലൂയിഡ്,
ഇതിന് മാത്രം ഇരിക്കാനുള്ള സ്ഥലമേ ആ സ്കള്ളിൻ്റെ അകത്തുള്ളൂ. അതിലെന്ത് എക്സ്ട്രാ സാധനം ആഡ് ചെയ്താലും അത് ഈ ക്യാവിറ്റിയിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് പ്രഷർ ചെലുത്തും. അപ്പോൾ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യേണ്ട ബ്ലഡ് പുറത്ത് കട്ട പിടിക്കാൻ തുടങ്ങിയാൽ അത് ബ്രെയിനിലോട്ട് പ്രഷർ ചെലുത്താൻ തുടങ്ങും. കാരണം സ്കള്ളിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല, ബ്രെയിൻ ജെല്ലി പോലെയാണ്, ബ്രെയിനിനെ അത് പ്രസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് ഡൗൺ ആവാൻ തുടങ്ങും. അപ്പോഴാണ് നമുക്ക് ഇഷ്യൂസ് വരുന്നത്, ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് മോശമാവുന്നത്, ലൈഫ് ത്രെട്ടനിങ് ആവുന്നത്. അപ്പോൾ ആ ബ്രെയിനിൻ്റെ എക്സ്പാൻഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ സർജറി അവിടെ. സർജറീസ് നമ്മൾ ചെയ്യുന്നത്, ഒന്ന് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ബ്രെയിനിൽ എമർജൻസി ആയിട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സർജറി എന്ന് വെച്ചാൽ ഡീകംപ്രസീവ് ക്രേനിയക്ടമീസ് എന്ന് പറയും. അതെന്ന് വെച്ചാൽ നമ്മൾ ബ്രെയിനിൻ്റെ തലയോട്ടിയുടെ ഒരു ഭാഗം എടുത്ത് മാറ്റി ബ്രെയിനിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് ഡീകംപ്രസീവ് ക്രേനിയക്ടമീസ് എന്ന് പറയുന്നത്. അതൊരു എൻഡല്ല, അതൊരു ബിഗിനിങ് ആണ്. ബിഗിനിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നീട് ഈ പേഷ്യൻറ്റിന് ഒരു ലോങ് പ്രോസസ്സ് ഉണ്ടാവും. ICUവിൽ ക്രിട്ടിക്കൽ കെയർ, അതിനുശേഷം ന്യൂറോ റീഹാബിലിറ്റേഷൻ, അങ്ങനെ മേ ബി ഇറ്റ് മേ ഗോ ഓൺ ഫോർ മന്ത്സ്. ചില പേഷ്യൻസിന് പെട്ടെന്നാവും, ചില പേഷ്യൻസിന് ടൈം എടുക്കാം. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിവിയറിറ്റി ഓഫ് ദ ഇനീഷ്യൽ ഇഞ്ചുറി, ഹൗ മച്ച് ദ ബ്രെയിൻ ഗോട്ട് ഡാമേജ്ഡ് ഇൻ ദ ഫസ്റ്റ് ഹിറ്റ്. അപ്പോൾ അതിൽ നിന്ന് പേഷ്യൻ്റ് എങ്ങനെ വരുന്നു എന്നനുസരിച്ചിട്ട് പിന്നെ നല്ലതായിട്ട് ഇമ്പ്രൂവ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ എടുത്ത് മാറ്റിയ ബോൺ ഫ്ലാപ്പ് പിന്നീട് നമ്മൾ തിരിച്ചു വെക്കും. പേഷ്യൻറ്റിൻ്റെ ലൈഫ് മുന്നോട്ട് സുഗമമായി പോകാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ ബോൺ ഫ്ലാപ്പ് തിരിച്ചു വെക്കും, അയാളുടെ കോസ്മസിസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെ എല്ലാ രീതിയിലും ഇതൊരു പ്രോസസ്സാണ് ബേസിക്കലി. ഇത് ഒരു നിമിഷം കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല. പൊതുവെ ഒരു ധാരണ എന്ന് പറയുന്നത്, നമ്മൾ ഈ സർജറിക്ക് പേഷ്യൻറ്റ് പെട്ടെന്ന് എമർജൻസി ആയിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ ആ റിലേറ്റീവ്സിന് പെട്ടെന്ന് തോന്നുന്നെങ്കിൽ കറക്റ്റീവ് സർജറി, ആ സ്ട്രക്ചറൽ ഡാമേജ് എന്താണോ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സർജറിയായി. പക്ഷെ ശരിക്കും അത് അങ്ങനെ അല്ലല്ലോ, അല്ലേ? അതങ്ങനെയല്ല. സർജറി എപ്പോഴും നമ്മൾ ബ്രെയിൻ ട്രോമ സർജറീസ് ബേസിക്കലി ലൈഫ് സേവിങ് പ്രൊസീജിയേഴ്സ് ആണ്. സ്ട്രക്ചറൽ ഡാമേജ് കറക്റ്റ് ചെയ്യുന്നു ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ നമുക്ക് ആ ഇനീഷ്യലി ഉണ്ടായ ക്ലോട്ട്സോ അത് കാരണവും ഉണ്ടായ പ്രഷർ മാത്രം നമ്മൾ റിലീവ് ചെയ്യുന്നു എന്ന് മാത്രമേ അതിനകത്തുള്ളൂ. അല്ലെങ്കിൽ ബ്രെയിനിലെ ചതവ് പറ്റിയ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് മാറ്റാം. പക്ഷേ ബ്രെയിനിൻ്റെ റിക്കവറി തന്നെത്താനേ നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം എന്തിനെന്നാൽ പിന്നെ സർജറി ചെയ്യുന്നു. കാരണം ഈ പ്രഷർ അവിടെ ബിൽഡ് ചെയ്തിരുന്നാൽ ആ റിക്കവറി ഒരിക്കലും നടക്കില്ല എന്ന് മാത്രമല്ല, പ്രഷർ കൂടി വരും. അത് ഒരുപാട് കംപ്രഷൻ ഉണ്ടാക്കും, അതൊരു ഇമിനൻ്റ് ഡെത്തിലോട്ട് പേഷ്യൻറ്റിനെ പുഷ് ചെയ്യും. അപ്പം നമ്മൾ ചെയ്യുന്നത് ആ പ്രഷർ റിലീവ് ചെയ്യുന്നു, റിക്കവറിക്കുള്ള ഒരു അവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതിൽ ന്യൂറോ സർജൻ മാത്രമല്ല, ന്യൂറോ സർജറി കഴിഞ്ഞിട്ട് കുറേ ആൾക്കാരുടെ പ്രയത്നം അതിനകത്തുണ്ട്. ന്യൂറോ റീഹാബിലിറ്റേഷൻ ഉണ്ട്, ക്രിട്ടിക്കൽ കെയർ ഉണ്ട്, സ്റ്റാഫ് നഴ്സസ് ഹു ടേക്ക് കെയർ ഓഫ് ദ പേഷ്യൻ്റ് ഡേ ഇൻ ആൻഡ് നൈറ്റ്. അങ്ങനെ ഓഫ് കോഴ്സ് റിലേറ്റീവ്സ്, എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റൽ മാത്രമല്ല, അവരുടെ റിലേറ്റീവ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളൊരു കൂട്ടായിട്ടുള്ളൊരു പരിശ്രമത്തിലൂടെയാണ്, ടീം എഫേർട്ടിലൂടെ മാത്രമാണ് ഇത്. സോ ബേസിക്കലി എനിക്ക് പറയാനുള്ളത്, ഒരു ബ്രെയിൻ ഒരു ഹെഡ് ഇഞ്ചുറി, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട്സ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇമ്പാക്റ്റ്. ആദ്യം കാണുന്ന ആൾ, ഈ എമർജൻസിയിൽ വിളിച്ച് പറയുന്ന ആൾ, ആംബുലൻസ് ഡ്രൈവേഴ്സിനെ അലേർട്ട് ചെയ്യുന്ന ആൾ, ഏതൊരു ബ്രെയിൻ ഇഞ്ചുറിയുടെയും റിക്കവറിയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടൈം ടു ഗെറ്റ് ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ്. പ്രൈമറി കെയർ ആണെങ്കിൽ പോലും ഫസ്റ്റ് എയ്ഡിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ പേഷ്യൻ്റെ ഒരു എയർവേ, ത്രെട്ടൻഡ് ആയിട്ടുള്ള ഒരു എയർവേ എപ്പോൾ ക്ലിയർ ചെയ്തു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ബ്രെയിൻ ഇഞ്ചുറിയിൽ പ്രിവെൻറ്റ് ചെയ്യുന്നത് സെക്കൻഡറി ബ്രെയിൻ ഇഞ്ചുറീസ് ആണ്, പ്രൈമറി ബ്രെയിൻ ഇഞ്ചുറീസ് അല്ല. പ്രൈമറി ബ്രെയിൻ ഇഞ്ചുറി ഓൾറെഡി ഹാപ്പൻഡ്, ഇറ്റ് ഹാപ്പൻഡ് അറ്റ് ദ ടൈം ഓഫ് ദി ആക്സിഡൻറ്റ്. ബേസിക്കലി പ്രൈമറി ബ്രെയിൻ ഇഞ്ചുറി ആ ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്ത് ഉണ്ടാവുന്ന ഇഞ്ചുറി, അതിനെ നമുക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, റിവേഴ്സിബിൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ സെക്കൻഡറി ബ്രെയിൻ ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഗോൾഡൻ അവർ കോൺസെപ്റ്റും സിൽവർ അവർ കോൺസെപ്റ്റും എന്നൊക്കെ പറയുന്നത്, പ്രീ ഹോസ്പിറ്റലിൽ എത്തിപ്പിക്കുന്ന സമയം, ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, ഡെഫിനറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉള്ള കാര്യങ്ങൾ വെച്ച് ഇരിക്കും, അല്ലേ? ഈ എല്ലാ ബ്രെയിൻ ഇഞ്ചുറീസ് റിവേഴ്സിബിൾ ആണോ? ബ്രെയിൻ ഇഞ്ചുറി റിവേഴ്സിബിലിറ്റി, അത് ഞാൻ പറഞ്ഞു വന്നത്. സോ ബ്രെയിൻ ഇഞ്ചുറി റിവേഴ്സിബിലിറ്റി വിൽ ഡിപ്പെൻഡ് ഓൺ ദ ടൈം അറ്റ് വിച്ച് യു കുഡ് ഗിവ് ട്രീറ്റ്മെൻറ്റ് ടു ദ പേഷ്യൻറ്റ്. ലേറ്റ് ആയാൽ
പാടാണ്. സോ ടൈം ഈസ് ബ്രെയിൻ. നമ്മൾ സ്ട്രോക്കിൻ്റെ കാര്യത്തിൽ എപ്പോഴും പറയുന്നത് ടൈം ഈസ് ബ്രെയിൻ. സോ എത്രയും വേഗം നമ്മൾ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചോ, എത്രയും വേഗം നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തോ, അത്രയും അതിൻ്റെ റിവേഴ്സിബിലിറ്റി നമുക്ക് കിട്ടും. ഒരുപാട് ലേറ്റായി ഒരുപാട് ബ്രെയിൻ ന്യൂറൽ ടിഷ്യൂ എല്ലാം അൺഫോർഗിവിങ് ആണ്. സോ ഒരുപാട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ പാടാം. അപ്പോൾ എത്രയും വേഗം നമുക്കൊരു ചികിത്സ നൽകാൻ പറ്റുന്നോ അത്രയും വേഗം, അല്ലെങ്കിൽ അത്രയും ചാൻസസ് ഉണ്ട് റിവേഴ്സിബിലിറ്റി കിട്ടാൻ വേണ്ടി. അതിലിപ്പോൾ മൈൽഡ് ഇഞ്ചുറീസിന് യൂഷ്വലി നമുക്ക് മിനിമൽ ട്രീറ്റ്മെൻറ്റ്സ്, ഇപ്പം അപസ്മാരം വരാതിരിക്കാനുള്ള മരുന്നുകൾ, നീര് കുറയാനുള്ള മരുന്നുകൾ അങ്ങനെ കൊടുത്ത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സിവിയർ ഇഞ്ചുറീസ് ആകുമ്പോഴാണ് നമുക്ക് സർജിക്കൽ ഇൻ്റർവെൻഷനിലോട്ട് പോകേണ്ടി വരുന്നത്. സർജറി ചെയ്ത് ബ്രെയിനിനെ പ്രഷർ റിലീസ് ചെയ്ത് ബ്രെയിനിനെ റിക്കവറിക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. അതാണ് ഒരു സർജൻ്റെ റോൾ അതിനകത്ത് വരുന്നത്. ഈ October 17 എന്ന് പറഞ്ഞാൽ നമ്മൾ വേൾഡ് ട്രോമ ഡേ എന്ന് പറയും. ഈ ട്രോമ എന്ന് പറയുന്ന സാധനം ആക്സിഡൻറ്റ് മാത്രമല്ല, ആക്ച്വലി ഇറ്റ് ക്യാൻ ബി ഇമോഷണൽ ട്രോമ ആവാം, ഫിസിക്കൽ ട്രോമ ആണും, സൈക്കോളജിക്കലും. ഈ ഫിസിക്കൽ ട്രോമ നമ്മൾ ആക്സിഡൻ്റ് ഒരു പാർട്ടേ ആവുന്നുള്ളൂ. ഡ്രൗണിങ്, ഫോൾ ഫ്രം ഹൈറ്റ്, അസോൾട്ട്സ്, എല്ലാ ടൈപ്പ് ഓഫ് വയലൻസ് കംസ് ഉണ്ട്. സ്റ്റാബ് ഇഞ്ചുറീസ്, പെനിട്രിങ് ഇഞ്ചുറി. പിന്നെ ഹെഡ്, നമ്മൾ ഇത്ര നേരം ആക്ച്വലി സംസാരിച്ച ഹെഡ് ഇഞ്ചുറി മാത്രമേ, പക്ഷേ അത് ബേസിക്കലി ഡോക്ടർ ന്യൂറോ സർജൻ ആയതുകൊണ്ടാണ്. എമർജൻസി ഇരിക്കുമ്പോൾ ഞങ്ങൾ ട്രോമാസ് ഓഫ് അതർ സിസ്റ്റംസ് കാണും. ചെസ്റ്റ് ട്രോമാസ് കാണും, അബ്ഡോമിനൽ ട്രോമാസ് കാണും, സ്റ്റാബ് ഇഞ്ചുറീസ് കാണും, ഗൺ ഷോട്ട് വൂണ്ട്സ് കാണും, ലോങ് ബോൺ ഫ്രാക്ചേഴ്സ്. അപ്പോൾ ഇതിലെല്ലാം ഓരോരോ ടൈപ്പ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. ആക്ച്വലി ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, നമ്മൾ ബ്രീതിങ് എങ്ങനെ. പക്ഷേ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മൾ രണ്ടുപേരുടെ കോൺവെർസേഷൻ എനിക്ക് തോന്നിയ ഈസ് പ്രീ ഹോസ്പിറ്റലിൽ എത്ര പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് നടന്നാൽ, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ട്രോമ നടന്നാൽ അത് എത്ര പെട്ടെന്ന് ഓൾ നെവർ ബി ലേറ്റ് ടു സീക്ക് മെഡിക്കൽ ഹെൽപ്പ്, ആക്ടിവേറ്റ് ദി എമർജൻസി റെസ്പോൺസസ്. സെക്കൻഡ് തിങ്, അതൊരു ഫോൾ ഫ്രം ഹൈറ്റ് ഒരു ആക്സിഡൻ്റ് ആണെങ്കിൽ ട്രൈ ടു നോട്ട് ടു മൊബിലൈസ് ദ പേഷ്യൻറ്റ് ടു മച്ച്. തേർഡ്, എക്സ്റ്റേണൽ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് ചെയ്യാം. വൺസ് പേഷ്യൻ്റ് എമർജൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരു മൾട്ടി ഡിസിപ്ലിനറി ടീം എഫേർട്ടാണ്. എസ്പെഷ്യലി നമ്മുടെ വലിയൊരു ടെർഷ്യറി, നമ്മുടെ പോലത്തെ ഒരു കോട്ടണറി കെയർ ഹോസ്പിറ്റലാണെങ്കിൽ, ലെവൽ 1 ട്രോമ സെൻറ്റർ ആണെങ്കിൽ നമുക്കതൊരു മൾട്ടി ഡിസിപ്ലിനറി എഫേർട്ടാണ്. അതായത് ഒരു ഡോക്ടർ മാത്രമല്ല, ഒരു സ്പെഷ്യാലിറ്റി മാത്രമല്ല, പല സ്പെഷ്യാലിറ്റീസും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. സ്പെഷ്യാലിറ്റീസ് മാത്രമല്ല, നഴ്സസ്, റേഡിയോ ടെക്നീഷ്യൻസ്, ഫിസിഷ്യൻസ്, എവറിബഡി. സോ ദർ ഇസ് എ മൾട്ടി ഡിസിപ്ലിനറി ടീം എഫേർട്ടാണ്. എസ്പെഷ്യലി ഹെഡ് ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി ദർ വിൽ ബി അതർ ഇഞ്ചുറീസ് ആസ് വെൽ. കാരണം ഹെഡ് ഇഞ്ചുറി വരുന്നത് തന്നെ ഒരു റിഫ്ലെക്സ് കുറവിൻ്റെ ഭാഗമായിട്ടാവാം. അപ്പം മറ്റ് ഭാഗങ്ങളും ആക്സിഡൻറ്റിലോട്ട് പെട്ടിട്ടുണ്ടാവാം. ആക്സിഡൻറ്റിൽ ആ ഭാഗങ്ങൾക്കും ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടാവാം. അതാണ് നമ്മൾ പോളി ട്രോമ എന്ന് പറയുന്നത്. സോ എല്ലാവരുടെയും ഒരു കോപ്പറേഷൻ ഇല്ലാതെ ആ പേഷ്യൻറ്റിനെ നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇനി ഒരു ലാസ്റ്റ് ചോദ്യം ഞാൻ ചോദിക്കാം. സ്ട്രോക്ക്, നമ്മളെല്ലാവരും പറയുന്ന സ്ട്രോക്ക്, ഈ സ്ട്രോക്കിൽ ന്യൂറോ സർജറിക്ക് റോളുണ്ടോ? ഓബ്വിയസ്ലി. സോ സ്ട്രോക്ക് എല്ലാവരും വിചാരിക്കുന്നത് ഇറ്റ് ഈസ് ഒൺലി എ മെഡിക്കൽ കണ്ടീഷൻ എന്നുള്ളതാണ്. സോ അങ്ങനെയല്ല. സ്ട്രോക്കിൻ്റെ ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഡെഫിനറ്റ്ലി മെഡിക്കലാണ്. പക്ഷേ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫെയിൽ ചെയ്യുന്നിടത്താണ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ റോള് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫെയിലിയർ എന്ന് പറയുന്നതിനെക്കാട്ടിലും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ ലിമിറ്റ്സ് എത്തുമ്പോൾ, അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, മേ ബി ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ടു സേ. കാരണം ഇവിടെയും സെയിം പ്രശ്നമാണ് വരുന്നത്. സ്ട്രോക്ക് ക്യാൻ ബി 2 types അല്ലേ. ഇറ്റ് ക്യാൻ ബി ഹെമറാജിക് സ്ട്രോക്ക് ഓർ ആൻ ഇസ്കീമിക് സ്ട്രോക്ക്. സോ ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഫ്ലോ ശരിയാകാഞ്ഞിട്ട് ബ്രെയിനിൽ സെൽസ് മരിക്കുന്നു. ആ മരിക്കുന്ന സെൽസിൻ്റെ അവിടെ നീര് വരുന്നു, ബ്രെയിനിൽ ഒരുപാട് ഇഡീമ വരുന്നു എന്നുള്ളതാണ് ഇസ്കീമിക് സ്ട്രോക്കിൽ സംഭവിക്കുന്ന കാര്യം. ഹെമറാജിക് സ്ട്രോക്ക് ആകുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെ, ബ്ലഡ് സർക്കുലേഷനിൽ പോകേണ്ടതിന് പകരം പുറത്തോട്ട് വരികയും ബ്രെയിനിൻ്റെ അകത്ത് സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലോട്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് അത് ബ്രെയിനിൽ പ്രഷർ കൊടുക്കുന്നു. അപ്പോൾ സ്ട്രോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ എമർജൻസിയിൽ നമുക്ക് ഇൻ്റർവീൻ ചെയ്യേണ്ടി വരുന്നത് വീണ്ടും പ്രഷർ കുറയ്ക്കാനുള്ള സഹായം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ഇസ്കീമിക് സ്ട്രോക്സ് ആണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഒന്ന് നമ്മൾ ഈ പറഞ്ഞ ത്രോംബോലൈസർ, അല്ലെങ്കിൽ മെക്കാനിക്കൽ ത്രോംബെക്ടമി. അതിന് അതിൻ്റെ വിൻഡോസ് ഉണ്ട്. സോ ത്രോംബോലൈസിസ് ആണെങ്കിൽ ബെസ്റ്റ് വിത്തിൻ 4 hours, പക്ഷേ അപ് ടു 6 hours വരെ പോവാം.
ത്രോംബെക്ടമിക്ക് ഇപ്പോൾ എക്സ്റ്റെൻഡഡ് ത്രോംബെക്ടമി വിൻഡോസ് ഉണ്ട്, അപ് ടു 24 hours വരെയും ത്രോംബെക്ടമി പറയുന്നുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ പേഷ്യൻറ്റ്, ഡിപ്പെൻഡ്സ് ഓൺ ദി ആൻജിയോ ഫൈൻഡിങ്സ്, എല്ലാം അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അതും കഴിഞ്ഞിട്ടാണ് സർജറിയുടെ റോളിലോട്ട് വരുന്നത്. ചിലപ്പോൾ ത്രോംബെക്ടമിയും ത്രോംബോലൈസിസും കഴിയുന്ന പേഷ്യൻസിന് ഇൻഡിക്കേറ്റഡ് ആവും ചിലപ്പം, കാരണം റീപെർഫ്യൂഷൻ വരുമ്പോഴത്തേക്കും ബ്ലീഡ് ഉണ്ടാവാം. പിന്നെ സ്ട്രോക്കുള്ള പേഷ്യൻസ് പലരും ഓൾറെഡി ആൻറ്റിപ്ലേറ്റ്ലെറ്റ്സ് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി കഴിക്കുന്നതാവാം. രക്തക്കുഴലുകളുടെ അസുഖമാകുമ്പോൾ എല്ലായിടത്തും ഉണ്ടാവും. പലരും ഓൾറെഡി ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസ് ആയിരിക്കാം, അവർ ഓൾറെഡി ആൻറ്റിപ്ലേറ്റ്ലെറ്റ്സ് അതിന് വേണ്ടി കഴിക്കുന്നവരായിരിക്കാം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ബ്ലീഡിങ്ങിനുള്ള റീപെർഫ്യൂഷൻ വരുമ്പോഴത്തേക്കുമുള്ള ബ്ലീഡിങ്ങിൻ്റെ ചാൻസസ് കൂടുതലാകാം. അല്ലെങ്കിൽ തന്നെ സ്ട്രോക്ക് എന്ന് വരുമ്പോൾ നമ്മൾ ഇനീഷ്യലി ആൻറ്റിപ്ലേറ്റ്ലെറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ ഇഷ്യൂസിൽ നമുക്ക് ന്യൂറോ സർജൻ അതിനകത്ത് റോള് വരും. ബേസിക്കലി നമുക്ക് ചെയ്യാൻ ന്യൂറോ സർജൻ്റെ ഹെൽപ്പ് അവിടെ വരുന്നത് പ്രഷർ റിലീസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഫോർ റിക്കവറി. അപ്പോൾ അവിടെയും നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് ഡീകംപ്രസീവ് ക്രേനിയക്ടമീസ് ആണ്. ഈ ഹെമറാജിക് സ്ട്രോക്കിൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന ക്ലോട്ട് എടുത്ത് കൊടുക്കാം. ക്ലോട്ട് എടുത്ത് ബോൺ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ ഉണ്ടായ ക്ലോട്ടും എടുത്ത് റിലീസ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ പ്രഷർ കുറയാം. പക്ഷെ അതിന് സ്പെസിഫിക് ഇൻഡിക്കേഷൻസ് ഉണ്ട്. എല്ലാ ക്ലോട്ട്സും നമ്മൾ എടുക്കില്ല. അത് അതിൻ്റെ സൈറ്റും കൂടെയൊക്കെ നോക്കും, അതിൻ്റെ വോളിയം നോക്കും, പേഷ്യൻറ്റിൻ്റെ ജനറൽ ന്യൂറോളജിക്കൽ കണ്ടീഷനും നോക്കും. Generally, neurosurgery does have a role in stroke cases as well. I remember one of our patients ഒത്തിരി ദൂരെ നിന്ന് കോവിഡ് ടൈമിൽ വന്നു, സ്ട്രോക്കായിട്ടാണ് വന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ മെക്കാനിക്കൽ ത്രോംബെക്ടമിക്ക് പേഷ്യൻ്റ് എടുത്ത് ആസ് എ നോൺ കോംപ്ലിക്കേഷൻ പേഷ്യൻ്റ് ബ്ലീഡ് അടിച്ചു. പിന്നെ അത് പെട്ടെന്ന് ന്യൂറോ സർജറി സൈഡിൽ നിന്ന് എടുത്തു, ബ്രെയിൻ പ്രഷർ കുറയ്ക്കാനുള്ള ഡീകംപ്രസീവ് ക്ലിനിക്ടമി ചെയ്തു. ആൻഡ് ദെൻ പേഷ്യൻ്റ് 3 months കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് നടന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സോ കമ്പൈൻഡ് ടീം എഫേർട്ട് ഇസ് സംതിങ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. ആൻഡ് ആ ഇൻ്റർ ഡിസിപ്ലിനറി നമ്മുടെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലുള്ള ആ ഒരു ടീം ഡൈനമിക്സ്, അതാണ് ആക്ച്വലി ഒരു നമുക്ക് പറയാം ഈ ഹോസ്പിറ്റൽ ഇസ് ദ സ്ട്രോക്ക് ടീം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിൽ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷന് ഭയങ്കര റോളുണ്ട്. ഈ പറഞ്ഞതിനകത്ത് നമ്മൾ സ്ട്രോക്കിലെ ഇൻ്റർവെൻഷൻ്റെ സർജിക്കൽ ഇൻ്റർവെൻഷൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഈ പെനംബ്രയുടെ കാര്യം നമ്മൾ പറയും. അതായത് നമ്മളിപ്പോൾ ബ്രെയിനിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ, അതിൻ്റെ ചുറ്റിനുമുള്ള ഒരു ഏരിയ, അപ്പോൾ ഈ ചുറ്റിനുള്ള ഏരിയ ആണ് നെക്സ്റ്റ് ഡാമേജ് ആവാൻ പോകുന്നത്. അപ്പോൾ അതിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫിലോസഫി. സോ അതിന് ഒരു പ്രഷർ ഒരുപാട് കൂടിയിരുന്നാൽ ആ ഏരിയ ആയിരിക്കും അടുത്തതായിട്ട് പോകുന്നത്. അതിനെ ഹെൽപ്പ് ചെയ്യാൻ, അതിനെ സേവ് ചെയ്യാനാണ് നമ്മൾ പലപ്പോഴും ന്യൂറോ സർജിക്കൽ ഇൻ്റർവെൻഷൻസിലോട്ട് പോകുന്നത്. ന്യൂറോ സർജിക്കൽ ഇൻ്റർവെൻഷൻ എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഒരു സസ്പീഷൻ ഇതാ പ്രശ്നമാകുന്നു എന്ന് തോന്നുമ്പോൾ ചെയ്താൽ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്താൽ നമുക്ക് പെനംബ്ര സേവ് ചെയ്യാൻ പറ്റും, പേഷ്യൻറ്റിന് ഒരു ബെറ്റർ റിക്കവറി കൊടുക്കാൻ പറ്റും.